കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന CJ റോയുടെ മരണത്തിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയായ ഒരു പേരാണ് KK നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും. അതായത് ഇവരായിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകർ. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിലായിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു CJ റോയ്. അപ്പോൾ അവിടുന്ന് ഈ KK നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും ചതിച്ചിട്ടാണ് അവിടുന്ന് ഒരുപാട് സ്വത്തുക്കൾ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടാണ് CJ റോയ് തൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അപ്പോൾ ഇതിനിടയിൽ വലിയ രീതിയിൽ ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പോസ്റ്റുകളും ചർച്ചകളൊക്കെ നടന്നു. ഇപ്പോൾ എവിടെയാണ് ഈ KK നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും എന്ന് ആർക്കും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. അതായത് മിക്ക ആൾക്കാരും എഴുതിയിരിക്കുന്നത് ഈ KK നമ്പൂതിരി ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴും അവർ ജീവനോടെ ഉണ്ട്. ഇപ്പോഴും അവർ സ്വസ്ഥമായിട്ട് ലളിത ജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, അതായത് ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒരു മാധ്യമ പ്രവർത്തകനും ഈ ലതാ നമ്പൂതിരിയായിട്ടും KK നമ്പൂതിരിയായി വീട്ടിൽ പോയി സന്ദർശിച്ചിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വീട് സന്ദർശിക്കുകയും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഉത്തരം കിട്ടി. അത് ഇപ്പോഴും ഇവർ ജീവനോടെയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഒരുപാട് ബാംഗ്ലൂരിലേക്ക് ഇപ്പോഴും ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ മുംബൈയിലുള്ള പ്രോജക്റ്റുകളൊക്കെ. അപ്പോൾ അവർ കസ്റ്റമേഴ്സായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനി വലിയ രീതിയിൽ ബിസിനസ്സിലോട്ട് വരാൻ താല്പര്യമില്ല. അതായത് അവർ മാക്സിമം അവരുടെ പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ടൊക്കെ കടം തീർത്തിട്ട് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ലളിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇനിയും ഒരുപാട് കേസിൽ പെട്ട് കിടക്കുന്ന പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്, കോടികളെ. അപ്പോൾ ഓരോ ദിവസം ഞങ്ങളിങ്ങനെ അതിങ്ങനെ കഴിച്ചൊഴിച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ ഞങ്ങൾക്കിപ്പം സമാധാനമുണ്ട്, സ്വസ്ഥവും സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. അത് ഇനി ഒരിക്കലും ഇത്തരത്തിലെ കോടികൾ എറിഞ്ഞുള്ള ഒരു ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഈ സാജൻ സ്കറിയ പോലുള്ള മാധ്യമപ്രവർത്തകർ പോലും KK നമ്പൂതിരി സൂയിസൈഡ് ചെയ്തു എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ തെളിവ് സഹിതം ഇനി നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം കേരളത്തിലെ ഒരു വലിയ മീഡിയയിൽ എന്തെങ്കിലും ബ്രേക്കിംഗ് ആയിട്ട് ചിലപ്പോൾ ഈ KK നമ്പൂതിരിയുടെയും ലതാ നമ്പൂതിരിയുടെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള സ്റ്റോറികൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്, അതായത് 2003-2005 കാലഘട്ടത്തിലാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് അവിടെ ബാംഗ്ലൂർ വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്ന കുറേ കാശുണ്ടാക്കുന്നു, വന്നിട്ട് റിയൽ എസ്റ്റേറ്റാണ് വലിയ അത്യാവശ്യം കുറച്ച് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയെന്ന് കണ്ടിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ബാംഗ്ലൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാംഗ്ലൂരും കേരളത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ രീതിയിൽ, അതായത് അവിടുത്തെ മലയാളി സമൂഹത്തിൻ്റെ വലിയ രീതിയിൽ ഒരു പ്രശംസ, ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റി. അതായത് രണ്ടാമത്തെ വർഷം തന്നെ ഏകദേശം 200-250 കോടി ലാഭമുണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ആ സമയത്ത് തന്നെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു CJ റോയ്. അപ്പോൾ CJ റോയ് ഇവരെ ചതിക്കുകയും, അതായത് CJ റോയുടെ കണ്ണും പൂട്ടി വിശ്വസിച്ചതാണ് ഇവരെ ചെയ്ത തെറ്റെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ ലതാ നമ്പൂതിരിയും KK നമ്പൂതിരിയും. അപ്പോൾ പൊടുന്നതിന് ഒരു ദിവസം ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ റെയ്ഡ് നടക്കുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് നടത്തുന്നു. അപ്പോൾ റെയ്ഡ് നടത്തിയിട്ട് ഈ KK നമ്പൂതിരി വിളിച്ചിട്ട് ഉദ്യോഗസ്ഥർ പേഴ്സണലായിട്ട് കുറച്ച് വിവരങ്ങൾ പറയുന്നു. അതായത് അവർ പങ്കുവെച്ച കാര്യം, അതിനുശേഷം ആ വിവരങ്ങൾ പങ്കുവച്ചതിന് ശേഷം ഈ റോയിയെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് KK നമ്പൂതിരി നീങ്ങുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പല പ്രോജക്റ്റുകളും സൈൻ ചെയ്ത, പല ഭൂമികളും വാങ്ങിക്കൂട്ടിയത് ഈ റോയിയുടെ പേരിലായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ചതിക്കപ്പെട്ടു. ആ ഒരു വിവരമാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ KK നമ്പൂതിരിയുടെ അടുത്ത് പറഞ്ഞത്. തൊട്ടടുത്ത നിമിഷം തന്നെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയിട്ട് KK റോയുടെ അടുത്ത് എല്ലാ റെസിഗ്നേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവർ തമ്മിൽ ബന്ധം വഷളാവുന്നു. അതിനുശേഷം റോയ്ക്ക് എന്താ വേണ്ടത്, അതായത് സ്വന്തം പേരിൽ എഴുതിയെടുത്ത പ്രോപ്പർട്ടി എല്ലാം എടുത്ത് പൊക്കോളൂ എന്നുള്ള രീതിയിലായിരുന്നു KK നമ്പൂതിരി മറുപടി പറഞ്ഞിട്ട് CJ റോയെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അതിന് ശേഷം എന്തൊക്കെയോ നടന്നു. അതായത് സർജാപൂരിൽ 300 ഏക്കർ, അതായത് തരിശ് ഭൂമിയായിരുന്നു. ആ ഭൂമിയാണ് റോയി എഴുതിയെടുത്തത്. അപ്പോൾ റോയി ഇവിടുന്ന് ഇറങ്ങിയിട്ട്, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം റോയി ഇവിടെ നിന്നുള്ള 35 എംപ്ലോയീസിനും കൊണ്ടാണ് പോയത്. ആ 35 എംപ്ലോയീസിനും ചേർത്താണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നതും. ഉടൻ തന്നെ അടുത്ത വർഷം തന്നെ സർജാപൂരിൽ എയർപോർട്ടിലെ സാങ്ഷൻ ഗവൺമെൻറ് അവിടെ നിന്ന് അന്ന് കോൺഗ്രസ് സർക്കാർ ഒന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്, അവർ സാങ്ഷൻ കൊടുക്കുന്നു എയർപോർട്ടിന് വേണ്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ഒരു പ്ലാൻഡ് പരിപാടിയായിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്തിനായാലും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചും KK നമ്പൂതിരിയെക്കുറിച്ചുമുള്ള സ്റ്റോറികളൊക്കെ, അതായത് ആൾക്കാർക്ക് എന്തൊക്കെ എഴുതി പിടിപ്പിച്ച് അതായത് KK നമ്പൂതിരി സൂയിസൈഡ് ചെയ്തതിന് ശേഷം ആണ് എന്താ പറയുക വലിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നൊക്കെയുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിൻ്റെ ശാപമാണ് ഇപ്പോൾ റോയ്ക്ക് കിട്ടിയിരിക്കുന്നത്, നമ്പൂതിരി ശാപമാണ് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്തിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എന്തിനാലും CJ റോയ് ചെയ്തത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചിട്ടാണ് തൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കിയെന്നുള്ളത് അവിടെ വർക്ക് ചെയ്ത്, അത് ഹയർ ലെവൽ വർക്ക് ചെയ്ത പല എംപ്ലോയീസും സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ തന്നെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അവിടുന്ന് പോയ ആൾക്കാർ, ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽ
ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ആദ്യകാല, അതായത് റോയുടെ അടുത്ത് നിന്നും റോയ് പ്രോജക്റ്റ് ഡയറക്ടറായി ഇരിക്കുമ്പോൾ ഫ്ലാറ്റ് വാങ്ങിയ പല ആൾക്കാരും, അതായത് അങ്ങനെ നേരിട്ട് അറിയുന്ന പല ആൾക്കാരും ഉണ്ട്, അവർ പോലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ വലിയ രീതിയിലുള്ള സ്റ്റോറികളൊക്കെ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾക്ക് ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന് ഇൻ്റർനാഷണൽ കണക്ഷൻ ഉണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത വലിയ വലിയ ടീമാണ്. പാകിസ്ഥാൻ കണക്ഷൻ ഉണ്ട്. സ്ലോവാക്കിയിൽ നിന്ന് ആയുധം കടത്തി, മയക്കുമരുന്ന് കടത്തി, സ്ലോവാക്കിയിൽ നിന്ന് ഏകദേശം 70,000 കോടിയുടെ ഡ്രഗ്സ് ദുബായിലോട്ട് കടത്തി, അത്തരത്തിൽ സ്റ്റോറികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ദുബായിലുള്ള റോയുടെ ഫുൾ പ്രോപ്പർട്ടീസ് ദുബായ് സർക്കാർ സീസ് ചെയ്യാൻ പോകുന്നു. അതായത് ഇന്ത്യ UAE സർക്കാരിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. എന്തെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരു പൗരൻ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് മൊത്തം പ്രോപ്പർട്ടി പിടിച്ചെടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു നിയമം ഉണ്ട് ഇന്ത്യ UAE സർക്കാർ തമ്മിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോയുടെ എല്ലാ പ്രോപ്പർട്ടീസും, ദുബായിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും UAE സർക്കാർ കണ്ടുകെട്ടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം റോയുടെ ഭാര്യ തന്നെയായ സിനി റോയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ചെല്ലുകയാണ്. അതായത് എനിക്കറിയുന്ന എല്ലാ രഹസ്യങ്ങളും പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇങ്ങനെ ഊഹാഭോഹങ്ങൾ പ്രചരിക്കുന്നതല്ല സത്യം, അതിലും അതുക്കും മേലെയുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ റോയുടെ ഭാര്യയ്ക്ക് അറിയാം. അത് നേരിട്ട് പ്രധാനമന്ത്രി ധരിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഉടൻ കാണാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ബെന്നി ജോസഫ് എന്ന മാധ്യമപ്രവർത്തകൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലതാ നമ്പൂതിരിയായിട്ടും ഈ KK നമ്പൂതിരിയായിട്ടും സംസാരിക്കുന്ന ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-3 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അവരായിട്ട്. അപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതായത് ആ സമയത്ത് നമ്മൾ ബിസിനസ് നടക്കുന്ന സമയത്താണ് ഒരുപാട് ചാരിറ്റികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ചാരിറ്റികൾ എന്ന് വെച്ചാൽ അനേകം ചാരിറ്റികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും ഉള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടപ്പോൾ ആ ഏറ്റെടുത്ത കുറേ ചാരിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഒരു പരിധിവരെ അവർക്ക് പറ്റുന്ന, അതായത് അത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കമ്പനി നേരിടുമ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ആ ചാരിറ്റി മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവർ ഉദ്ദേശ ലെവലിൽ കുറേ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലാവുമ്പോൾ അവർ ഉദ്ദേശ ലെവലിൽ ആ ചാരിറ്റി അത് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അതായത് ചാരിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമം മാത്രമേ അവർക്കുള്ളൂ. വേറെ ഈ നമ്മുടെ ബിസിനസ് ഇങ്ങനെ പാളിപ്പോയതോ നമുക്ക് വലിയ നഷ്ടങ്ങൾ വന്നതോ കോടികൾ നഷ്ടപ്പെട്ടതോ അവർക്ക് ഒരു വിഷയമില്ല. അതിനകത്ത് അവർക്ക് ഒരു വിഷമവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പം സ്വസ്ഥവും വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പം പലപ്പോഴും ചില സമയത്ത് കേരളത്തിൽ വരാറുണ്ട്, ചില സമയത്ത് ബാംഗ്ലൂർ പോകും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിതം. ഇനി ഒരിക്കലും ബിസിനസ്സിലോട്ട് ഉണ്ടാകില്ല. അതായത് അതിൻ്റെ ഏറ്റവും കൈപ്പേറിയ ഒരു ഘട്ടത്തിലൂടെ, ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു വന്നതിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിൽ ഈശ്വര വിശ്വാസം, ആ ഈശ്വര ധ്യാനം, അങ്ങനെ ജപം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം എല്ലാ ദിവസവും ലളിത സഹസ്രനാമം വായിക്കും, വിഷ്ണു സഹസ്രനാമം ചൊല്ലും, അങ്ങനെ ആധ്യാത്മിക വിഷയങ്ങളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വൻകിട കളികൾക്ക് ഞങ്ങൾ ഇല്ല എന്ന തരത്തിലേക്ക് എന്തൊക്കെ സ്റ്റോറികളാണ് കേട്ടത്. അതായത് ലതാ നമ്പൂതിരിക്ക് മറ്റേ CJ റോയായിട്ട് എന്തോ അഫെയർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായില്ല. അതായത് ഈ ഓൺലൈൻ മീഡിയ എന്തൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വാരി എന്തൊക്കെ എഴുതും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം നേരിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതിനൊക്കെ ഒരു അവസാനമാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുക, അടുത്ത് തന്നെ ഈ KK നമ്പൂരിയും ലതാ നമ്പൂരിയും ഒരു ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സ്വസ്ഥവും ലളിതമായ ജീവിതം സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിനിടയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ചിലപ്പോൾ അവർ മുതിരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തിനാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഭാവിയിലൊരു ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കാം എന്ന്. നന്ദി, നമസ്കാരം, മറ്റൊരു വീഡിയോ കാണാം.